വിശുദ്ധ കുരിശ് മരിച്ചു സ്നേഹിച്ചവൻ്റെ മുദ്രപത്രമാണ്. തന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവരോട് ഈശോ പറഞ്ഞത് ഇതാണ്: അനുദിനവും കുരിശ് ചുമക്കണം, തനിക്ക് ഇഷ്ടമുള്ളവരെ ഉപേക്ഷിക്കണം, പോരാ തന്നെയും തനിക്കുള്ളതും ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം. ഇത് അഭയാർത്ഥികളുടെ പ്രയാണമല്ല, കുരിശിൽ നിന്നും ഓടി മാറുന്നതുമല്ല. അനുദിന കുരിശും ചുമന്ന് സുവിശേഷം പകരുവാൻ പോകുന്ന ആത്മായരാണ്. ഒരു വഞ്ചിക്കടവിൽ അക്കരയ്ക്ക് യാത്ര ചെയ്യുവാൻ നിൽക്കുന്ന അപ്പസ്തോലർ. അയക്കപ്പെട്ട 72 ശിഷ്യന്മാരെ പോലെ ഈശോയോട് എന്തെങ്കിലുമൊക്കെ പങ്കുവയ്ക്കുവാൻ ഇവർക്കും ധാരാളം അനുഭവങ്ങളുണ്ട്. സന്യാസികൾ പോലും ജീവിതം സുരക്ഷിതമാക്കുവാൻ നെട്ടോട്ടം ഓടുമ്പോഴാണ് ഈശോ തന്നെ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരനായ മനുഷ്യരുടെ നിബന്ധനകൾ വയ്ക്കുന്നത്. 12 പേരെ അനേകം ശിഷ്യരിൽ നിന്നും ഈശോ തിരഞ്ഞെടുത്തത് അവർ വിശുദ്ധരാകാൻ വേണ്ടിയാണോ? അല്ല. എല്ലാ ശിഷ്യരും നല്ലവരായി നന്മ ചെയ്യുവാൻ കടപ്പെട്ടവരാണ്. പക്ഷേ പ്രത്യേക വിളിയുണ്ടെന്ന് അവകാശപ്പെടുന്നവരിൽ നിന്നും ഈശോ കൂടുതൽ ആവശ്യപ്പെടുന്നുണ്ട്. മദർ തെരേസ നല്ലൊരു അപ്പസ്തോലയാണ്. ആരെയും മാമോദിസ മുക്കാനുള്ള പട്ടം നേടിയില്ല. പക്ഷേ ഈശോയ്ക്ക് വേണ്ടി സുവിശേഷം ജീവിതത്തിലൂടെ പ്രസംഗിച്ച് അനേകരെ ഈശോയുടെ ശിഷ്യരാക്കി. പ്രത്യേക വിളി തന്നെ പിന്തുടരുവാൻ മാത്രമല്ല, പ്രത്യേക ദൗത്യം ഏറ്റെടുക്കുവാൻ വേണ്ടി കൂടിയാണ്. ഈശോ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്: തൻ്റെ കുരിശ് ഉപേക്ഷിച്ച് വരുന്നവൻ എൻ്റെ വഴിക്കല്ല, തൻ്റെ ബന്ധുക്കളെ ചുറ്റി നടക്കുന്നവൻ എന്നെ ചുറ്റി നടക്കണ്ട. ഈ ലോകത്തിൽ ഭാവിയും സുരക്ഷിതത്വവും തേടി സമ്പത്തിന് പുറകെ പോകുന്നവൻ്റെ ആരാധനാ കേന്ദ്രം ഞാനല്ല. തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല. ഇന്ന് സന്യാസികളെ പോലും ഈശോയിൽ നിന്ന് അകറ്റുന്ന വചനങ്ങളാണിത്. 2 സഞ്ചി വേണ്ട, 2 ജോഡി ചെരുപ്പ് വേണ്ട എന്നൊക്കെ പറഞ്ഞത് താനായിരിക്കണം ഒരുവൻ്റെ സമ്പത്ത് എന്ന് വെളിവാക്കാനാണ്. എന്നാൽ അർപ്പിത ജീവിതത്തിലേക്ക് വരുന്നവർക്ക് പോലും ഈശോയുടെ പരിപാലനയിൽ വിശ്വാസമില്ല. പ്രത്യേകം വിളിക്കപ്പെട്ടവർക്ക് നൽകപ്പെട്ട ദൗത്യം ഇന്നത്തെ വിളിക്കപ്പെട്ടവർ ഏറ്റെടുക്കുന്നില്ലെന്ന് മാത്രമല്ല, വിളിക്ക് പുതുവ്യാഖ്യാനങ്ങൾ നൽകി തങ്ങളുടെ ഇഷ്ട ജീവിതത്തിന് സംരക്ഷണവും നൽകുന്നു. നമ്മുടെ സന്യാസി ജീവിതത്തെ വെല്ലുവിളിക്കുന്ന തിരുവചനങ്ങളെ വ്യാഖ്യാനിച്ച് തങ്ങൾക്ക് അനുരൂപമാക്കുന്ന സന്യാസികളുടെ സാമർഥ്യം വക്കീലന്മാരോട് കിടപിടിക്കുന്നതാണ്. അതുവഴി തെറ്റിനെ ശരിയാക്കുന്നു. ഈ സാമർഥ്യം ഈശോയെ പ്രസംഗിക്കുവാൻ അവർ ഉപയോഗിക്കുന്നേയില്ല. ഈശോ നമ്മെ വിളിച്ച് അനേകരിൽ നിന്നും തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനാകുമോ? മറ്റുള്ളവർക്കെല്ലാം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചാൽ അത് വിളിക്കുത്തരമാകുമോ? നമ്മുടെ പ്രധാന ലക്ഷ്യം സമ്പത്ത്, വരുമാനം, ജീവിതമാർഗം ഇതൊക്കെ തന്നെയല്ലേ? നാം ചർച്ചയ്ക്കിരിക്കുമ്പോഴും ഈ അപ്പസ്തോലർ വീണ്ടും വഞ്ചി കാത്തു നിൽക്കുകയാണ്. അടുത്ത ഗ്രാമം ലക്ഷ്യമാക്കി. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.